ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ വീട് എങ്ങനെ വാട്ടർ പ്രൂഫിങ് ചെയ്യാന്നുള്ളതാണ്. അതിന് മുമ്പ് വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. വീട് എന്നത് നമുക്കൊരു സ്വപ്നമാണ്. പക്ഷെ അത് ഒരു വർഷം കഴിയുമ്പോഴത്തേന് മൊത്തത്തിൽ ലീക്കായി ആകെ പ്രശ്നമായി മാറുന്നുണ്ട്. വീടിൻ്റെ ലീക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങും, അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷെ വീണ്ടും അതേ പ്രശ്നം കാണും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന ആളുകൾ വിളിച്ച് അത് വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കും. പക്ഷേ വീണ്ടും ചിലർക്ക് അതേ പ്രശ്നം തന്നെ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചില വിദ്വാൻമാരുണ്ട്, വാട്ടർ പ്രൂഫിങ് വർക്കുമായിട്ട് കുറച്ച് കാലം പോയിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവരും വാട്ടർ പ്രൂഫിങ് ചെയ്യാനിറങ്ങും. പക്ഷേ എന്താ പ്രശ്നം? അത് പ്രോപ്പറായി നിൽക്കില്ല. മറ്റ് വർഷങ്ങളായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന ആളുകൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ സാധിക്കാം. ഇത് നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകളാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. മാത്രമല്ല നിരന്തരം ഈ സർവീസ് ഇതിന് പ്രധാനമാണ്. കാരണം എങ്ങനെയാണ് ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തത് തന്നെ ലീക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് ലീക്ക് വരാം. കാരണം ഈ ബിൽഡിങ് എക്സ്പാൻഷൻ ആകുമ്പോൾ ലീക്ക് വരാം. അതേപോലെ തന്നെ ഉറുമ്പ് പോലുള്ള സാധനങ്ങൾ അത് കുത്തി ഹോളാക്കിയിട്ട് അങ്ങനെ ലീക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ടുള്ളൊരു സേവനം ഈ വാട്ടർ പ്രൂഫിങ് ചെയ്താലും നമുക്ക് ആവശ്യമാണ്. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ വിളിച്ച് നിങ്ങൾ വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കുക. വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് വിശദീകരിക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചങ്ങായിമാരാകാം. ഇത് വർഷങ്ങളായി പഴക്കം ചെന്നൊരു വീടാണ്. ഇതിന് മേലെ നന്നായിട്ട് ഒരു പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്ററിങ് പൊളിച്ച് എടുത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് നിൽക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലത്തെ ആ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ മഴയും വെയിലൊക്കെ കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ വീണ്ടും അടിയിലുള്ള സ്ലാബ് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് വീണ്ടും ലീക്ക് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരിക്കലും വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് സേഫ്റ്റി അല്ല. ശേഷം നന്നായിട്ട് ചിപ്പ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ചെറിയ പീസുകളൊക്കെ നന്നായിട്ട് ചിപ്പ് ചെയ്തെടുത്ത് നമ്മളെ സ്ലാബ് വാർക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതേ രൂപത്തിൽ ഈ സ്ലാബിനെ ആക്കിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമുക്ക് വാട്ടർ പ്രൂഫിങ് അപ്ലൈ ചെയ്യേണ്ടത്. ചില വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന ആളുകൾ ഇത് പ്ലാസ്റ്ററിങ് പൊളിച്ചെടുക്കാതെ തന്നെ അതിന് പുറത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മെഷ് അതുപോലെ തന്നെ ഈ ഫൈബർ നെറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയാം, നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്യുന്ന ക്ലൈമറ്റാണ്, പിന്നീട് വെയിലുണ്ടാവും. അപ്പോൾ ഈ സ്ലാബിന് പെട്ടെന്ന് ക്രാക്ക് സംഭവിക്കും. ഈ ക്രാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളെ ഏറ്റവും മെയിൻ സ്ലാബിൽ ഒരിക്കലും വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ആ ക്രാക്കിനുള്ളിലൂടെ വീണ്ടും അകത്തേക്ക് ലീക്ക് കാണിക്കും. ഈ മേലെ അപ്ലൈ എത്ര ചിക്കൻ മെഷോ അല്ലെങ്കിൽ ഈ ഫൈബർ നെറ്റോ ഉപയോഗിച്ചാലും ഒരു ക്ലൈമറ്റ് കഴിഞ്ഞ് നമ്മൾ ആ സ്ലാബ് മേലെ കയറി നോക്കിയാൽ മതി, നന്നായിട്ട് ഇച്ചി പിടിച്ചിട്ടുണ്ടാവും. ഇച്ചി പിടിച്ച് ആ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ടുണ്ടാവും. ഡിസ്കോട്ട് പോലുള്ള മെറ്റീരിയലുകൾ അപ്ലൈ ചെയ്താലും അത് 6 മാസത്തിലൊരിക്കലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് നമ്മളെ വീട്ടുകാരൊന്നും ചെയ്യുന്ന കാര്യമല്ല. അതിന് സ്ലാബ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ക്രാക്കുകൾ കാണിക്കും. ആ ക്രാക്കുകളൊക്കെ നന്നായിട്ട് ക്രാക്ക് ഫില്ലറോ അല്ലെങ്കിൽ ആപ്പോക്സി എന്നൊരു മെറ്റീരിയൽ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് ക്രാക്കൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം പ്രൈമർ കോട്ട് നമുക്ക് ലാറ്റക്സിൽ സിമെൻറ്റ് ബേസ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഇതിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ ഈ ലിക്വിഡ് ഇറങ്ങിച്ചെന്ന് അത് ഒരു ലാമിനേഷൻ കോട്ടിങ് പോലെയാണ് നിൽക്കുക. ഇതൊരു പ്രൈമർ കോട്ടിങ്ങാണ്. അതിന് ശേഷം 2K മെറ്റീരിയലുണ്ട്, അതായത് ലിക്വിഡും പൗഡറും സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. അത് പല കമ്പനികളും ഈ 2K മെറ്റീരിയൽ ഇറക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലിക്വിഡും ഉണ്ടാവും, അതിൻ്റെ പൗഡറും ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ സ്ലാബിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിനു മുമ്പ് സ്ലാബിൽ ഈ പാരപ്പറ്റ് വരുന്ന ഏരിയകളിലൊക്കെ കർവ് ചെയ്യണം. അതേപോലെ തന്നെ ഈ പൈപ്പ് താഴേക്ക് വെള്ളം ചാടാൻ ഇറങ്ങിയിട്ടുണ്ടാവും, അതിന് റെഡ്യൂസർ വെച്ചിട്ടുണ്ടാവും. ഈ റെഡ്യൂസറിൻ്റെ സൈഡ് നമ്മൾ നന്നായിട്ട് കുത്തിയെടുത്തിട്ട് മൈക്രോ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് ഉണ്ട്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഈ റെഡ്യൂസറിൻ്റെ ചുറ്റും ചെറിയ ചെറിയ വിള്ളലുകൾ സംഭവിക്കും. ഈ വിള്ളലുകൾ വരാതിരിക്കാനാണ് ഈ മൈക്രോ കോൺക്രീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഈ 2K നന്നായിട്ട് ഫില്ലാക്കി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
പുതിയ വീട് വെക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെള്ളം പോകാനായിട്ട് സ്ലോപ്പാക്കി കൊടുക്കരുത് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുന്ന നിർബന്ധമുള്ള ആളുകൾ ഈ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഹെൽപ്പറെ അല്ലെങ്കിൽ ഒരു മെയിൻ ആളെയും വെച്ചിട്ട് അപ്പോൾ കോൺക്രീറ്റിനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ലോപ്പാക്കി കൊടുക്കുക. ഏറ്റവും നല്ലത് നിങ്ങളുടെ സ്ലാബ് ഈ തട്ടടിക്കുന്ന സമയത്ത് തന്നെ ആ തട്ടിൽ ചെറിയ സ്ലോപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ വെള്ളം പ്രോപ്പറായിട്ട് നന്നായിട്ട് ഒഴുകിപ്പോവും, ഇങ്ങനെയുള്ള പ്രശ്നമില്ല. മറ്റേത് നമ്മൾ ഈ സ്ലാബെല്ലാം വാർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് പ്ലാസ്റ്ററിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്ററിങ് ഒരു വർഷമാകുമ്പോഴത്തേന് നന്നായിട്ട് പൊട്ടി ക്രാക്കാവും. ആ ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പെയ്യുന്ന മഴവെള്ളം എല്ലാം സ്റ്റോറാവും. ആ സ്റ്റോറായ വെള്ളം പിന്നീട് നമ്മളെ സ്ലാബിലേക്ക് പെട്ടെന്ന് കാണിച്ച് നമ്മളെ സീലിങ്ങിൽ മൊത്തത്തിൽ കറുത്ത നിറത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുതിയ വീട് വെക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ മേലെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്ററിങ് ചെയ്യരുത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കുക, സ്ലോപ്പാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ പലതരത്തിലുള്ള മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മേലെ നമുക്ക് പിന്നെ ഈ ഈസി കോട്ട് അതേപോലെ തന്നെ ഫ്ലക്സ് എന്ന് പോലുള്ള മെറ്റീരിയലുകളുണ്ട്. അത് ചൂട് കുറക്കുന്ന മെറ്റീരിയലുകളാണ്. അങ്ങനെ ചെയ്യുക. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ലാറ്റക്സിൽ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാലും കുറഞ്ഞൊക്കെ ചൂടിന് കുറച്ച് ഒരാശ്വാസം കിട്ടും. ഇങ്ങനെ ഈ സ്ലാബ് ചൂടാകുമ്പോഴാണ് വലിയ വലിയ ക്രാക്കുകൾ വന്ന് പിന്നെ സ്ലാബിൽ വിള്ളലൊക്കെ വന്നിട്ട് ലീക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വലിയ ചിലവില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ വാട്ടർ പ്രൂഫിങ് ചെയ്യുക. ഇങ്ങനെ വ്യത്യസ്ത വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്